ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഗോൾഡിൽ ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് ചെയ്ത ട്രേഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ഒരു ബെനിഫിറ്റ് ആകുമോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ, അതുപോലെ ഇത്തരം വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് കാണിക്കേണ്ടതാണ്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്തിരുന്നു. ഓക്കെ, സോ ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്, റൈറ്റ്. അപ്പം ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഓൾറെഡി SMCയുടെ ബേസിക്സ് എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു, റൈറ്റ്. SMCയോടൊപ്പം തന്നെ ഞാൻ ചെറുതായിട്ട് ഇതിനകത്ത് എന്താണ് ഒരു പ്രൈസ് ആക്ഷൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും, ഇല്ലെങ്കിൽ ഓരോ ക്യാൻഡിലും നമ്മുടെ അടുത്ത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരിക്കലും എപ്പോഴും ഒരു ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും സ്ട്രെങ്ത് ആണ് മാർക്കറ്റിൽ കാണിക്കുന്നത്, റൈറ്റ്. സോ അതിൽ നിന്ന് നമുക്ക് ഇതൊക്കെ ചെറിയുള്ള സ്കാൽപ്പ്, കാരണം മാർക്കറ്റിൽ ചില ലെവൽസ് പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ലെവൽസിൽ ഫുൾഫിൽ ചെയ്യാതെ മാർക്കറ്റിന് ഒരിക്കലും, ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ തന്നെ മാർക്കറ്റിന് ചില ഗ്യാപ്സ് ഒരിക്കലും ഫ്രീ ആയിട്ട് ഇട്ടേച്ച് കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് പോകാൻ പറ്റത്തില്ല. സോ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ട്രേഡ് ചെയ്തത്. സോ അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം, റൈറ്റ്. സോ എൻ്റെ ഒരു ട്രേഡ് തുടങ്ങുന്നത് പറഞ്ഞാൽ, ഓക്കെ, ഞാൻ മാർക്കറ്റിൽ ഡൗൺ സൈഡിലേക്ക് പോകുന്ന ഒരു ട്രേഡിന് ഞാൻ എന്താ ചെയ്യുന്നത്, ജസ്റ്റ് എനിക്ക് കിട്ടുന്ന ബിയറിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് എല്ലാം ഞാൻ ഇത് എൻ്റെ ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്കാണ്, റൈറ്റ്. അതുപോലെ തന്നെ ഇതും എൻ്റെ ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്കാണ്. ഞാനതല്ലാതെ വേറെ ഇതുമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ജസ്റ്റ് നോക്കുന്ന പറഞ്ഞാൽ, ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ കാണുന്ന ബിയറിഷ് ട്രെൻഡിലേക്കുള്ള ആ ഒരു ഓർഡർ ബ്ലോക്ക് എല്ലാം വരച്ചിടുക എന്നുള്ളതാണ്, റൈറ്റ്. മാർക്കറ്റ് താഴത്തേക്ക് വന്നു, ഇവിടെ നമുക്ക് അപ്പ് സൈഡിലേക്ക് പോയി, ഇവിടെ പിന്നെയും ആ ഒരു ലോ ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇതാണ്, റൈറ്റ്. ഈ ഒരു ലോ ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. സോ എനിക്ക് ഇവിടെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള എനിക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കൂടെ ലൈറ്റ് കളർ വെക്കാം, എന്നാലേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, റൈറ്റ്. ഇനി ഞാൻ നോക്കുന്ന സമയത്ത്, റൈറ്റ്, നിങ്ങൾ റാൻഡമായിട്ട് ഒരിക്കലും ഒരു ട്രെൻഡ് ലൈൻ വരക്കരുത്. ഞാൻ ഈ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എന്ന് വരച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് അറിയാമോ? മാർക്കറ്റ് നോക്കുക, റൈറ്റ്. മാർക്കറ്റ് ഇവിടുന്ന് താഴത്തേക്ക് വന്നു. അപ്പം ഒരു ക്യാൻഡിൽ താഴത്തേക്ക് വന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എനിക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്, റൈറ്റ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്, റൈറ്റ്. അപ്പോൾ ഇത് ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് ആകാനുള്ള എല്ലാ ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്, റൈറ്റ്. സോ എനിക്കൊരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടി. ബിയറിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റണം? മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് അഗ്രസീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാർക്കറ്റ് തിരിച്ചു വന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് എന്ത് ചെയ്യണം? ഇവിടുന്ന് വീണ്ടും ഒരു കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? ഒരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഫെയർ വാല്യൂ ഗ്യാപ്പോട് കൂടി എന്ത് ചെയ്യണം? താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോകണം കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷേ മാർക്കറ്റിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ ബ്ലോക്കിൽ, അതായത് ബിയറിഷ് ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു അഗ്രസീവ്നെസ് കാണിക്കുന്നില്ല. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും നിങ്ങൾക്ക് ഒരു ഓർഡർ ബ്ലോക്ക് കാണുന്നില്ല. ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം ടാപ്പ് ചെയ്തു, മൂന്നാമത്തെ പ്രാവശ്യവും ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പോ താഴത്തേക്ക് പോകാനുള്ളൊരു അഗ്രഷനോ സെല്ലേഴ്സിൻ്റെ സൈഡിൽ നിന്ന് കാണുന്നില്ല, റൈറ്റ്. അതിൻ്റെ സിമ്പിളായിട്ടുള്ള അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ലിക്വിഡിറ്റി ആണിപ്പോൾ മാർക്കറ്റ്, ഈ ഒരു പോയിന്റിൻ്റെ മുകളിൽ കിടക്കുന്ന ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് ഇപ്പോൾ ടാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ മാർക്കറ്റിന് താഴത്തേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി മാർക്കറ്റിന് ഇപ്പോൾ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല, റൈറ്റ്. ഇതിനാവശ്യമുള്ള ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഇത് ഏകദേശം ഒരു 3050 വരെയൊക്കെ ഈ ഒരു ലിക്വിഡിറ്റി ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. കാണുന്നുണ്ട്, ലിക്വിഡിറ്റി സോണാണ്. ഈ ഒരു ലിക്വിഡിറ്റി സോണും ടാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 3048.50 എന്ന് പറയുന്ന ഈ ഒരു സോൺ നമുക്ക് നോക്കാം, റൈറ്റ്. അപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് എനിക്ക് താഴത്തേക്കുള്ള റിയാക്ഷൻ എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, റൈറ്റ്. സോ അതിൻ്റെ അർത്ഥം ഇനി ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, റൈറ്റ്, ആൾക്കാരെപ്പോഴും നോക്കുന്ന ഒരു പോൾ ആൻഡ് ഫ്ലാഗ് പാറ്റേൺ ടൈപ്പ്, അതായത് മാർക്കറ്റ് താഴത്തേക്ക് വന്നു,
ഇവിടെ കൺസോളിഡേഷൻ ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു, താഴത്തേക്ക് പോകുന്നു. ഇതാണ് റീറ്റെയിലേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പക്ഷേ അവർ മിസ്സായി പോകുന്നതും കൂടുതൽ ഉള്ള ആൾക്കാർക്ക് എസ് എം സിയിൽ മിസ്സായി പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ റീഡിംഗ് ആണ്. ഈ ക്യാൻഡിലിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത്, ക്യാൻഡിൽ എന്താണ് പറയുന്നത്, ഇതാണ് അവർക്ക് പ്രോപ്പറായിട്ട് മിസ്സായി പോകുന്നത്. സോ ഇവിടുത്തെ ഒരു അഗ്രഷൻ വെച്ച് നോക്കുമ്പോൾ സെല്ലേഴ്സിന് താഴത്തേക്ക് പോകാൻ ഇപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി കിട്ടിയിട്ടില്ല. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിലെ ഫ്യൂവലാണ്. അപ്പോൾ അവർക്കത് ആവശ്യത്തിനനുസരിച്ചുള്ള ലിക്വിഡിറ്റി ഇവിടെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് താഴത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റിൽ വന്നിട്ടുള്ള ലിക്വിഡിറ്റി അവർക്ക് ആവശ്യമാണ്. ലിക്വിഡിറ്റി എടുത്താലേ അവർക്ക് വീണ്ടും താഴത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. റൈറ്റ്? ആ ഒരു ലിക്വിഡിറ്റി ഇനി കിട്ടാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ, ഇല്ലെങ്കിൽ ഇതെന്താണ്, ഈ കാണുന്ന ആ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്കറ്റിന് തന്ന ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലും. ക്ലിയർ ആവുന്നുണ്ടോ? സോ പക്ഷേ മാർക്കറ്റിന് തിരിച്ച് അപ്സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് എന്ത് ചെയ്യണം? മാർക്കറ്റിന് താഴെ സൈഡിലുള്ളൊരു ലിക്വിഡിറ്റി മാർക്കറ്റിന് ടാപ്പ് ചെയ്യണം. ഇവിടെ നിന്നൊരു ലിക്വിഡിറ്റി എടുത്താലേ മാർക്കറ്റിന് ഇവിടെ ആൾക്കാരെ ട്രാപ്പ് ചെയ്തിട്ട് റിവേഴ്സിൽ പോകാൻ പറ്റത്തുള്ളൂ. സോ ഇവിടുത്തെ ഒരു അഗ്രഷൻ വെച്ച് നമുക്ക് മനസ്സിലായി മാർക്കറ്റിന് താഴത്തേക്ക് പോകാൻ സാധ്യതയില്ല. അപ്പം ആ ഒരു താഴത്തേക്ക് ബിയറിഷ് മൂവ് വരാൻ സാധ്യതയില്ല എന്നുള്ള കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബിയറിഷ് വരുന്ന സമയത്ത് ഇവിടെ നിന്നൊരു ഫേക്ക് ബ്രേക്ക് ഔട്ടോ ഫേക്ക് ബ്രേക്ക് ഡൗണോ വരുന്നുണ്ട്. അതായത് ഇവിടുന്ന് താഴത്തേക്ക് സെല് ചെയ്യുന്ന സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കണം. സോ എൻ്റെ ഡൗൺ സൈഡിലേക്കുള്ള വ്യൂ ഇപ്പോഴത്തേക്ക് ഈ ഒരു അഗ്രഷൻ ഇല്ലായ്മ ആയതുകൊണ്ട് എൻ്റെ ഡൗൺ സൈഡിലേക്കുള്ള വ്യൂ എന്താണ്, ഇപ്പം കട്ടായിരിക്കുവാണ്. എനിക്കിനി ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് പോയാലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല ഇനി താഴത്തേക്ക് പോകാൻ. പക്ഷേ എനിക്കിത് തിരിച്ചൊരു റിവേഴ്സൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എനിക്ക് അതിൻ്റെതായ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തരണം. റൈറ്റ്? അപ്പോൾ മാർക്കറ്റിൽ എന്ത് വന്നു? മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന കണക്ക് കാണിച്ചു. ഇവിടെ അഗ്രസീവായിട്ട് സെല്ലേഴ്സും വന്നു. എന്ത് പറ്റി? എൻ്റർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്തു? മാർക്കറ്റ് റിവേഴ്സൽ ചെയ്തിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നു. കാണുന്നുണ്ട് കേട്ടോ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തൊട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ഒരു ലിക്വിഡിറ്റി സോൺ ആയത് ഈ ഒരു പോയിന്റ് വരെ, ഇല്ലെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഈ ഒരു ബിയറിഷ് ഓർഡർ ബ്ലോക്ക് വരെ എനിക്ക് എന്ത് ചെയ്യാം? അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് എടുക്കാം. റൈറ്റ്? സോ എൻ്റെ ഒരു ഇനിഷ്യൽ എസ് എൽ എന്ന് പറയുന്നത് ഇവിടുന്ന് അവിടെ ടാപ്പ് ചെയ്ത് ഫസ്റ്റ് ക്യാൻഡിൽ 1-2 ക്യാൻഡിൽ, പിന്നെ ഞാൻ ഇവിടുന്ന് ഞാനത് ടൈറ്റായിട്ട് എസ് എൽ ട്രെയിൽ ചെയ്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കാണുന്നുണ്ടോ 1, 2, 3, 4 ഈ ഒരു ക്യാൻഡിലും പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യാൻ പാടുപെടുന്നുണ്ട്. കാണുന്നുണ്ടോ? പിന്നെ അപ്സൈഡിലേക്കുള്ള എല്ലാം വിൽക്കുക വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു റീട്രേസ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ആ റീട്രേസ്മെൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളൊരു ട്രേഡിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാക്സ് ടു മാക്സ് എന്ത് ചെയ്യണം? ഓരോ ക്യാൻഡിലെ ലോ വെച്ചിട്ട്, കാരണം ഇത് കണക്കൊരു നിങ്ങൾക്കൊരു സ്ട്രെങ്തിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ട്രെയിൽ ചെയ്യുക, ഇറങ്ങുക, നെക്സ്റ്റ് ടൈം അടുത്ത ഓപ്പർച്യൂണിറ്റിയിൽ പിടിക്കാം. ക്ലിയർ? സോ നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് എൻ്റെ പ്രോപ്പർ റീസൺ ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഇതണക്കുള്ള വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ, ഇതണക്കുള്ള ചെറിയ ചെറിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ലൈക്സിലൂടെയും ഷെയറിലൂടെയും ഗ്രൂപ്പിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.